കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയുടെ ഉപജീവന മാർഗം 6 മാസമായി അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്നതായി പരാതി. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബുവാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പൂർണ്ണമായി കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. വാർക്കയ്ക്ക് ആവശ്യമായ തകിടുകളും മറ്റു സാമഗ്രികളും വാടകയ്ക്ക് നൽകിയാണ് സാബു ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ ആലപ്പുഴയിൽ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി വാടകയ്ക്ക് നൽകിയ സാമഗ്രികൾ അവിടെ അന്യായമായി 6 മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് സാബു പറയുന്നത്. ഈ വിഷയത്തിൽ ഈ സാധനങ്ങൾ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തി അദ്ദേഹം കടന്നു പോകുന്നത്. സാബു ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ ശരിക്കും എൻ്റെ 23-ാമത്തെ വയസ്സിൽ അപകടത്തിൽ തുടർന്ന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. അതിനുശേഷം വളരെ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതം തള്ളി നീക്കി. 2008 ഞാനിങ്ങനെ ഒരു സ്ഥാപനം പള്ളിക്കത്തോട് പ്രദേശത്ത് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ 16 വർഷമായി. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ പലരുടെയും സഹായത്തോടു കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചതുമാണ്. നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് 1/5/24 കൊട്ടാരക്കര സ്വദേശിയായ ഒരു എഞ്ചിനീയർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആലപ്പുഴ കാട്ടൂരുള്ള ശ്രീഹരി തോപ്പിൽ ഹൗസ് എന്നൊരാളുടെ വീട് പണിക്കായിട്ട് സാധനങ്ങൾ അവിടെ എൻ്റെ വാഹനത്തിൽ തന്നെ അവിടെ കൊണ്ടിറക്കി. ഈ എഞ്ചിനീയർക്ക് ഞാൻ കഴിഞ്ഞ 2020 മുതൽ സാധനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അയാൾക്ക് ആലപ്പുഴയിൽ ഈ സാധനം ശരിക്കും കിട്ടുന്നതാണ്. അത് എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടും 10 രൂപ എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദൂരെ നിന്ന് പോലും ഞാൻ സാധനങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത്. അയാളുമായിട്ട് എനിക്ക് തർക്കമോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു 55 ദിവസത്തെ വർക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വിളിച്ച് പറഞ്ഞു, എനിക്ക് പേയ്മെൻറ്റ് തന്നു 97,000 രൂപ വാടക ഇട്ട് തന്നു. എന്നോട് പറഞ്ഞു, സാബു പണി കഴിഞ്ഞിട്ടുണ്ട്, സാധനം പോയി എടുത്തോളം പറഞ്ഞു. അങ്ങനെ സാധനം എടുക്കാനായിട്ട് ഞാനും ജോലിക്കാരും കൂടെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ വീട്ടുടമയെ ഇതിനായിട്ട് കാണാൻ പറ്റില്ല. വീട്ടുടമയുടെ ശിങ്കിടികളായിട്ട് കുറേ ആൾക്കാർ ഇത് കയറി തടഞ്ഞു. ഈ സാധനം ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്നാന്ന് ചോദിച്ചപ്പോൾ കാരണമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടുന്ന് പൊക്കോളം പറഞ്ഞു. അവർ ശരിക്കും ഞങ്ങളെ ഇവിടുന്ന് വിരട്ടി ഓടി. ഞങ്ങളും ശരിക്കും അന്താളിച്ചു. എൻ്റെ 16 വർഷത്തെ ബിസിനസ്സിനകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ മണ്ണഞ്ചേരി SHOയ്ക്ക് കൊണ്ടൊരു പരാതി കൊടുത്തു. സാറേ ഇങ്ങനെ സാധനം എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരു 8-10 ദിവസമായിട്ട് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ലാതനുസരിച്ച് ഞാൻ ഇവിടുന്ന് സ്റ്റേഷനിലോട്ട് നമ്പർ തപ്പിയെടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ രീതിയിൽ അവർ സംസാരിച്ചു. അവർ പറയുന്ന ഇത് നിങ്ങളുടെ സാധനമാണെന്ന് എന്താണ് ഉറപ്പ്? ഈ സാധനങ്ങൾ തടഞ്ഞു വെക്കാനുണ്ടായ കാര്യം എന്താണ്? ഈ കരാറുകാരനും ആ കെട്ടിട ഉടമയും തമ്മിലുള്ള തർക്കമാണോ? അവർ തമ്മിൽ എന്തോ ഒരു തർക്ക വിഷയമാണ്. ഞാൻ ഇതിനകത്തൊന്നും കക്ഷിയല്ല. നമുക്ക് ഉടമയായിട്ടും ഇടപാടില്ല. നമുക്ക് എഞ്ചിനീയറായിട്ട് നമുക്ക് സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു, പേയ്മെൻറ്റ് കൃത്യമാണ്. തിരിച്ച് കയറ്റുമ്പോൾ സാധനത്തിന് എണ്ണക്കുറവ് വല്ലതും മാത്രം ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യം ഉണ്ടാകാറുള്ളൂ. അത് അവർ തമ്മിലുള്ള എന്തോ ഒരു വിഷയം. ഞാൻ അതിനകത്തൊന്നും കക്ഷിയല്ല. അവരുടെ വീട് പണിക്കകത്തൊന്നും ഞാൻ കക്ഷിയല്ല. നമ്മൾ സാറിന് ഇത് ഒന്നേ ഉടമ എടുക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ എടുക്കും, പോകും പൈസ മേടിക്കും, പോരും. അങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തും നമുക്കുണ്ടാകും ഇതൊന്നും അന്വേഷിക്കാനോ. അപ്പോൾ ഞാനിത് ഒരാളുടെ പേരിലല്ല കൊടുത്തിരിക്കും. ഞാൻ 2 പേരെയും കക്ഷികളാക്കി ഞാൻ പറഞ്ഞു, സാറേ ഇവരെ 2 പേരെയും കൂടെ വിളിപ്പിച്ചാലേ ഈ പ്രശ്നത്തിന് പരിഹാരമാകുള്ളൂ എന്ന് പറഞ്ഞ് കുറേ അധികം ദിവസം നടന്നു. യാതൊരു തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാകും. അയാളൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. ഈ വീടിൻ്റെ ഉടമ ശ്രീഹരി എന്ന് പറയുന്ന ആൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ അയാൾ ഈ സ്ഥലത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ വരുമ്പം മതി, സാധനം അവിടെ ഇരുന്നോട്ടെ, വരുമ്പം മതി. പക്ഷേ വരുന്നത് ഇതിന്നിപ്പോൾ 7-ാമത്തെ മാസമായത്. ഇയാൾ എല്ലാ ആഴ്ചയിലും അവിടെ വന്നു പോയിട്ടുള്ളതാണ് അറിവ്. അപ്പോൾ അത് സംബന്ധിച്ച് തീരുമാനമാകാതെ വന്നപ്പോൾ ഞങ്ങൾ SP-ക്ക് കൊണ്ട് പരാതി കൊടുത്തു. SP അപ്പം തന്നെ എൻ്റെ കേൾക്കെ തന്നെ മണ്ണഞ്ചേരി CAയോട് പറഞ്ഞു ഇത് അന്വേഷിച്ച് നടപടിയെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ആ ശ്രീഹരിയെ വിളിച്ചിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഈ കോട്ടയത്ത് നിന്ന് എനിക്ക് പറഞ്ഞെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂറെങ്കിലും എടുക്കും എനിക്ക് യാത്ര ചെയ്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമയം ഇട്ടേ പുള്ളിയോട് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിന് ആളെ വിളിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് പുറപ്പെടുക, ശ്രീഹരി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറും എടുത്ത് കോട്ടയം വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ഫോൺ വന്നു, ഇന്ന് വരണ്ട, ശ്രീഹരിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പോൾ ഈ ചുരുക്കത്തിൽ 7 മാസമായിട്ട് താങ്കളുടെ ഈ സാധനങ്ങൾ അവിടെ അന്യായമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്, സംസ്ഥാന ഗവർണർ, ഇവർക്കെല്ലാം നമ്മൾ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 4 സ്ഥലത്തും പരാതി കൊടുത്തിട്ട് ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു തീരുമാനം ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഭാര്യയും പണിക്കാരും എല്ലാം കൂടെ അയാളുടെ വീടിൻ്റെ അവിടെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും ഇയാളെ കാണുന്നില്ല. അപ്പോൾ ഇയാൾ നമ്മൾ പല സ്ഥലത്തും കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇയാൾ ഫോണോ അറ്റൻഡ് ചെയ്യുമോ ഒന്നും നമ്മളോട് സംസാരിക്കാൻ ഒന്നും തയ്യാറില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് ഈ ഉടമ പറയണ്ടേ? ഉടമയാണല്ലോ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞോ? വീടിൻ്റെ നിർമ്മാണം എല്ലാം ജൂൺ 26-ാം തീയതി കഴിഞ്ഞ് അവിടെ അത് വളരെ അശ്രദ്ധമായിട്ട് ആ സാധനം വലിച്ച് അവിടെ ചെളിക്കകത്തും എല്ലാം ഇട്ട് അത് അവിടെ കിടന്ന് നശിച്ച് തുരുമ്പെടുത്ത് പോവുകയാണ്. എന്താ കാരണമെന്ന് ഇവർ 2 പേരും പറയുന്നില്ല. എഞ്ചിനീയറും പറയുന്നില്ല, വീടിൻ്റെ ഉടമയും പറയുന്നില്ല. നമ്മളിതിനകത്ത് പെട്ടു. കാരണം ഒരു 7.5 ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ട് അവിടെ കിടക്കുന്നത്. അതിന് നമുക്കൊരു ദിവസം ഒരു 1,400 രൂപ അടുത്ത് ഇതിന് വാടകയുണ്ട്. ഇന്നിപ്പോൾ 211 ദിവസം 2,80,000 രൂപ ഓളം വാടക നഷ്ടമുണ്ട്. നമുക്ക് കൃത്യസമയത്തൊന്നും ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് പല ഒരു പ്രതിസന്ധികളുണ്ട്. ദിവസം 1400 രൂപ വാടക ലഭിക്കുന്ന സാമഗ്രികളാണ് 211 ദിവസമായി അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഉടമയോട് ചോദിക്കുമ്പോൾ ഉടമയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് ഉടമ പറയുന്നത്. താങ്കൾ ഈ പറയുന്ന ഈ കെട്ടിട ഉടമ, അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ എന്ന് പറയുന്ന ആ വ്യക്തിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ അയാൾ പറയുന്നത് ഈ വിഷയത്തിൽ തനിക്ക് ഒന്നും അറിയില്ല, താനും ഈ താങ്കളുമായി, അത് അദ്ദേഹവും താങ്കളുമായി യാതൊരു ബന്ധവുമില്ല, കരാറുകാരനുമായാണ് ഇടപാടുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അറിയില്ലെങ്കിൽ എന്തിനാ അയാൾ ഈ സാധനം തടഞ്ഞു വെച്ചിരിക്കുന്നു? എൻ്റെ അതിൽ തടഞ്ഞു വന്നപ്പോൾ ഇവരവിടെ ഞങ്ങളെ വിരട്ടി ഓടിക്കുന്നതിൻ്റെ വിഷയമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ 70 കിലോമീറ്റർ അകലെ പോയി കണ്ണ് കാണാൻ മേലാത്ത ഞാൻ ഇയാൾക്കെതിരെ എന്തിന് ഞാനൊരു പരാതി കൊടുക്കണം? എൻ്റെ സാധനം അയാൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അയാൾ തടഞ്ഞു വെച്ചിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന സാധനം എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്? അതിനാണ് അത് പുള്ളി പറയുന്നത് തികച്ചും ശരിയല്ല. കാരണം ആ സാധനം എടുക്കാൻ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് ആ സാധനം അവിടെ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ, അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുതന്നെ മണ്ണഞ്ചേരി പോലീസ് അതിനിടയ്ക്ക് അവിടെ വന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് സാധനം ഇവിടെ ഇവർ കൊണ്ട് അപ്പുറത്തെ ഒരു വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ഒളിപ്പിച്ച് വെക്കുക മാത്രമല്ല, ഇയാൾ ചെയ്ത നീചമായ പണി എന്നത്, അയാൾ ആ സാധനം എടുത്ത് അവിടെ വേറൊരു വീട് പണിയുമോ? അതിനൊക്കെ എൻ്റെ ഒരു പെർമിഷൻ വേണ്ടേ? അവർ തമ്മിൽ തർക്കം ഉണ്ടായിക്കോട്ടെ. അപ്പം ഞാൻ ശ്രീകരിയോട് പറഞ്ഞു, സാറേ എന്ത് തർക്കം ഉണ്ടെങ്കിലും നമുക്കൊരു പരാതി കൊടുക്കാം, ഞാനിവിടെ കൂടാം. സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ച് നമുക്കൊരു മധ്യസ്ഥൻ്റെ അടുത്ത് വെച്ചാലല്ലേ ഇത് തീരുവുള്ളൂ. അയാൾ അതിനൊന്നും കൂട്ടാക്കത്തില്ല. അയാൾ ഈ സാധനം തടഞ്ഞു. ഇപ്പോൾ ആ സാധനം അന്യായമായിട്ട് അവിടുന്ന് മാറ്റിയും വെച്ചിരിക്കുക. ഈ കെട്ടിടം കെട്ടിടമ മാറ്റി. അപ്പോൾ അയാൾക്കത് മാറ്റാനുള്ള റൈറ്റില്ല. കാരണം ആരെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഞാനിതിനെ ആ സാധനം പൊളിച്ച് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് സംബന്ധിച്ചൊരു പരാതി മണ്ണഞ്ചേരി സ്റ്റേഷനിൽ നിലനിൽപ്പുണ്ട്. അത് ഇവരായിട്ട് തീർപ്പാക്കിയിട്ടില്ല. ഈ കോൺട്രാക്ടർ എന്താണ് ഇത് വിഷയത്തിൽ? താങ്കളുടെ ഈ കോൺട്രാക്ടറാണുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത്, അദ്ദേഹം എന്താണ് പറയുന്നത്? അയാൾ പറയുന്നത് എനിക്ക് അവിടെ വേറെ സാമ്പത്തിക ഇടപാടും ഒന്നുമില്ല, സബ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഒന്നും സാറിന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫോൺ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധനം കൊണ്ട് കൊടുക്കുക, പണി കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോരുക. അവിടെ ഒരു ആക്ഷേപം ഉള്ളതായിട്ടൊന്നും ഉടമയും അയാളോട് പറഞ്ഞായിട്ട് അയാൾക്ക് അറിവില്ല. അതാണ് അയാൾ പറയുന്ന കാര്യം. നിങ്ങൾ വർക്ക് കഴിഞ്ഞു നിങ്ങൾ സാധനം എടുത്തുകൊണ്ട് പോകുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇതിനെ എണ്ണത്തിൽ കുറവല്ല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറായിട്ട് തർക്കം തരാൻ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ താങ്കൾ മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകുന്നു, SP-ക്ക് പരാതി നൽകുന്നു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുന്നു, ഗവർണർക്കടക്കം പരാതി നൽകി, പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. ഇനി മുന്നോട്ട് താങ്കളുടെ തീരുമാനം എന്താണ്? തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 3-4 ദിവസം കൂടെ നോക്കിയിട്ട്, കാരണം എനിക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ, എനിക്ക് കൃത്യമായിട്ട് എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കാനായിട്ട് തികയുന്നില്ല. അതല്ല ആ സാധനം അവിടെ ഇരുന്ന് നശിച്ചു. അവർ തമ്മിൽ എന്തോ തർക്കമാട്ടെ, അത് മൂന്നാമതൊരാളോട് വന്ന് പറയട്ടെ. അവർ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം കൊണ്ടാണ് ഞാനിത് തടഞ്ഞു വെച്ചിട്ട്, അല്ല എനിക്ക് പൈസ തരാണ്ട്, അല്ല എൻ്റെ വീട് പണി, എൻ്റെ വാർക്ക് ഇടിഞ്ഞു പോയി, ഇതൊന്നും കഴിഞ്ഞിട്ട് അയാൾ ആ വീട് പണിയും പൂർത്തിയാക്കി അവിടെ കയറി താമസം. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് താങ്കളെ ബാധിക്കുന്ന വിഷയം, എന്നെ ബാധിക്കുന്ന വിഷയം. ഞാൻ ഇതിനകത്തൊന്നും വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാടക അത് തന്നെയല്ല, അവിടെ വാടകയ്ക്ക് കൊടുത്ത നമ്മുടെ എൻ്റെ സാധനം തികയാതെ വന്നപ്പോൾ, എനിക്ക് ഷോർട്ടേജ് വന്നപ്പോൾ അവർ അവിടെ നിന്ന് പുറത്തുനിന്ന് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുനിന്ന് തന്നെ ആലപ്പുഴയിൽ തന്നെ എടുത്തു. അവരുടെ എല്ലാ സാധനങ്ങളും അവർ കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതൊന്നും ഇയാൾ തടഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ അവരുടെ വിഷയം എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഞാൻ കക്ഷിയല്ല. എൻ്റെ സാധനങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് കേടുപാട് കൂടാതെ തിരികെ തരികയും വേണം. അന്യായമായിട്ടാണ് ആരന്വേഷിച്ചാലും കുഴപ്പമില്ല, അന്വേഷണം നടത്തി അത് ശ്രീഹരി അന്യായമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിൽ എനിക്ക് അന്ന് മുതലുള്ള നാൾ ഇവരുടെ വാടകയും തരണം. ഇത് തരാത്ത പക്ഷം മരണം വരെ ഞാൻ അയാളുടെ വീടിൻ്റെ മുന്നിൽ ഞാനും ഭാര്യ എൻ്റെ 2 പിള്ളേരും പണിക്കാരും കൂടെ അവിടെ പോയി ഞങ്ങൾ സമരം ചെയ്യും. തല്ലിക്കൊല്ലുവാണ് കൊന്നോട്ടെ. അതാണ് തീരുമാനം. അതിനകത്ത് ഒരു മാറ്റമില്ല. കാരണം എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. ആരും എനിക്ക് ചുമ്മാ 1 രൂപ പോലും തരില്ല. ഞാൻ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി ഒരു 100 രൂപ തന്ന് സഹായിക്കുന്നു പറഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന ആളാണ്. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് നടപടി ഒന്നും ഉണ്ടാകുന്നില്ല, ഈ സാധനങ്ങൾ തിരികെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ വീട്ടുടമയുടെ വീട്ടുപടിക്കൽ കുടുംബമായി നിരാഹാരം കിടക്കാനാണ് തീരുമാനം. അവർ തല്ലിക്കൊല്ലാണ്, തല്ലിക്കൊന്നോട്ടെ, അതിന് കുഴപ്പമില്ല. മരിക്കണം, അവിടെ കിടന്ന് മരിക്കട്ടെ. എൻ്റെ സാധനം പോയി, അതോടുകൂടി എൻ്റെ ജീവനും പോകും. അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നുള്ളൂ. അയാൾ വന്ന് പറയട്ടെ, അയാളൊരു പൊതുമധ്യത്തിൽ വന്ന് പറയട്ടെ. എൻ്റെ അടുത്തൊന്നും പറയണ്ട. അയാൾ ഞാൻ CA അടുത്ത് വിളിപ്പിച്ചല്ലോ. ഇയാൾ എന്തുകൊണ്ട് അവിടെ വരാത്തെ? ഇയാൾക്ക് അവിടെ വലിയ സ്വാധീനമുള്ള മനുഷ്യനാണ്. CA ഒക്കെ അയാളുടെ ചൊൽപ്പടിക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പോലീസുകാർ മുഴുവൻ അയാളുടെ ചൊൽപ്പടി. അയാൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും പോകുമല്ലോ. വളരെ നീചമായ രീതിയിലാണ് പോലീസുകാർ നമ്മളോട് പെരുമാറുന്നത്. ഒരു ക്രിമിനലിനോട് പോലും അങ്ങനെ സംസാരിക്കുക. ഞാൻ സാറേ പറഞ്ഞു, എനിക്ക് നീതി കിട്ടണ്ടേ, ഈ സാധനം കിട്ടണേ. ഇപ്പം SI പറയുന്നുണ്ട് നീതി താങ്കൾ കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും പോലീസുകാർ ആ ഒരു പരിഗണന പോലും നമുക്ക് തന്നിട്ടില്ല. കാര്യം അന്ന് ഒരു പരാതി കൊടുത്താൽ സ്റ്റേഷനിൽ വിളിപ്പിച്ചാൽ വരണ്ടേ? വരണമല്ലോ. അവിടെ വന്നെങ്കിലല്ലേ ഞാൻ കൊടുത്ത പരാതി വ്യാജമാണോ എന്നൊക്കെ അറിയേണ്ട കാര്യമുള്ളൂ. കാരണം ഞാൻ ചുമ്മാ അവിടെ ചെന്ന് ഞാനൊരു പരാതി കൊടുക്കത്തില്ലോ. എൻ്റെ സാധനം അവിടെ ഇരിക്കുന്നു, പോലീസുകാർക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഞാൻ എൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് കാണിച്ചതാണ്. അത് വിളിപ്പിച്ച് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു തീർത്താലേ തീരത്തുള്ളൂ ഇക്കാര്യം. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ആണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ണിന് പൂർണ്ണമായി കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. വാർക്കയ്ക്ക് ആവശ്യമായ വാർക്ക തകിടുകളും മറ്റ് സാമഗ്രികളും വാടകയ്ക്ക് നൽകി ആണ് അദ്ദേഹം ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. ഇത്തരത്തിലൊരു ഇടനിലക്കാരൻ, ഒരു കരാറുകാരൻ വഴി ആലപ്പുഴ സ്വദേശിയായ ശ്രീഹരി എന്ന വ്യക്തിക്ക് ഇദ്ദേഹം കുറച്ച് സാധനങ്ങൾ ആ ശ്രീഹരിയുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി വാടകയ്ക്ക് നൽകിയതാണ്. പക്ഷേ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും ഈ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സാബു പറയുന്നത്. ആ കരാറുകാരനും കെട്ടിട ഉടമയും തമ്മിലുള്ള ചില തർക്കങ്ങളാണ് എന്നുള്ളതാണ്
ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കെട്ടിട ഉടമ ശ്രീഹരിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങളൊന്നും തനിക്കറിയില്ല, തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ശ്രീഹരിയുടെ ഒരു വാദം. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പൂർണ്ണമായി കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലാണ്. ആ ഒരു സംഭവമാണ്, ആ ഒരു ഉപജീവന മാർഗമാണ് ഇക്കഴിഞ്ഞ 7 മാസത്തോളമായി ഇത്തരത്തിൽ അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നത്. ലോക്കൽ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും ഗവർണർക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോയതാണ്. പക്ഷേ എങ്ങു നിന്നും തനിക്ക് നീതി ലഭിച്ചില്ല എന്നാണ് സാബു പറയുന്നത്. ഇനി ഇതാണ് അവസ്ഥയെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്തയായി നൽകുന്നു, കുറച്ച് ദിവസം കൂടി കാത്തിരിക്കും, വീണ്ടും തനിക്ക് നീതി കിട്ടുന്നില്ല, തൻ്റെ സാധനങ്ങൾ തിരികെ കിട്ടുന്നില്ലെങ്കിൽ തൻ്റെ വാടകയായ 2 ലക്ഷത്തിലധികം രൂപ ലഭിക്കാനുണ്ട്, ആ പണം കിട്ടുന്നില്ല എന്നാണെങ്കിൽ ആ കെട്ടിട ഉടമയുടെ ശ്രീഹരിയുടെ വീട്ടുപടിക്കൽ പോയി കുടുംബമായി പോയി സത്യാഗ്രഹം തുടങ്ങാനാണ് സാബു ഉദ്ദേശിക്കുന്നത്. വരും ദിവസം തന്നെ ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് സാബു പറയുന്നത്. എന്താണെങ്കിലും പോലീസിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കേണ്ട പോലീസ് ശ്രീഹരിക്കൊപ്പം നിന്നു എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിലൊരു നടപടി എത്രയും വേഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പള്ളിക്കത്തോട് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.